Watch India's largest kids library only on Jio Hotstar. Download the app now. ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ചോക്ലേറ്റ് കഴിച്ചാലുണ്ടല്ലോ നിന്റെ പല്ലെല്ലാം പുഴുത്തു പോകും. ശരി ശരി വാ, ആദ്യം നീ എനിക്ക് എന്നാലേ ചോക്ലേറ്റ് വാങ്ങാൻ പറ്റൂ. പറഞ്ഞേക്കാം, ഇത് അവസാനത്തെ ചോക്ലേറ്റ് ആണ്. ചേട്ടാ, ആ കൊച്ചിനെ കണ്ടില്ലേ? വളരെ നല്ല കൊച്ചാണല്ലോ. എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് അവൻ. എല്ലാ വാശികളും നിറവേറ്റാൻ ഒരു ധൈര്യം വേണം, ഒരു ഗട്സ് വേണം. മോട്ടു, നിനക്കുള്ളിൽ ധൈര്യവും ഇല്ല ഗട്സും ഇല്ല. പറഞ്ഞത് എനിക്കുള്ളിൽ ധൈര്യമില്ലെന്നോ ഗട്സ് ഇല്ലെന്നോ? അതെ, എനിക്കുള്ളിൽ ധൈര്യവും ഗട്സും ഒക്കെ ഒരുപാട് കിടപ്പുണ്ട്. നീ പറ, ആരെടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഓക്കേ ഓക്കേ, നിന്റെ ധൈര്യം പറയാനുള്ള ഒരു ടെസ്റ്റ് ഞാൻ നടത്താൻ പോവുക. നിന്റെ കൂട്ടുകാരൻ പത്ലുവിനോട് ഒരു ചിറന്തിയെ പോലെ ഫുർഫുറി നഗരത്തിന്റെ ടവറിൽ കയറി കാണിക്കാൻ പറയാ. എന്നിട്ട് ആലോചിക്കാൻ നിന്റെ ധൈര്യത്തിന്റെ കാര്യമൊക്കെ നിന്റെ പിടിവാശി നടക്കുമല്ലോ എന്നറിയാലോ. പറയൂ ജോൺ, ഞാൻ നിന്റെ ചാലഞ്ച് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ പത്ലുവിന്റെ അടുത്ത് എന്റെ പിടിവാശി കാണിക്കുന്നതായിരിക്കും. മോട്ടു, നീയാ ഏണി പിടിക്കേ, ഞാൻ താഴേക്ക് ഇറങ്ങാണ്. മോട്ടു, നീ എന്തായി ചെയ്തത്? ആ ഏണി നേരെ വെക്കേ. അതെ പത്ലു, നീ എപ്പോഴും ഈ ഏണിയിലല്ലേ കയറി ഇറങ്ങുകയും ചെയ്യാറ്. പക്ഷെ ഇന്ന് നീ ഒരു ചിലന്തിയെ പോലെ ഫുർഫുറി നഗരത്തിലെ ടവറിലും ചുവരിലും ഒക്കെ കയറി ഇറങ്ങി കാണിച്ചേ. നിനക്ക് ബുദ്ധിക്ക് വല്ലതും സംഭവിച്ചോ? ഞാൻ മനുഷ്യനാണ് മോട്ടു, അല്ലാതെ ചെലന്തി അല്ല. നീ പറഞ്ഞതുപോലെ ഒട്ടിപ്പിടിക്കാനായിട്ട് വേഗം ആ ഏണി എടുത്ത് വെക്കും മോട്ടു. ഇല്ല 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 ഇല്ല, എനിക്ക് നീ ഒരു ചിലന്തിയെ പോലെ ഫുർഫുറി നഗരത്തിലെ ടവറിലും ചുവരിലും ഒക്കെ കയറി കാണിച്ചതാ. എനിക്കത് കാണണം. ആ ശരി, കടന്ന് കരയണ്ട, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ചിലന്തിയെ പോലെ നടക്ക്, ചിലന്തിയെ പോലെ നടക്ക്. എനിക്ക് വേണ്ടി ഇതുപോലും ചെയ്യൂലേ നീ? നീ കരച്ചിലൊന്ന് നിർത്ത്, നടക്ക്, വേഗം നടക്ക്. ഡോക്ടർ ജഡ്കാ. ഒരു വ്യക്തി ഫുർഫുറി നഗരത്തിന്റെ ടവറിൽ പത്ലു കയറാൻ സമ്മതിക്കുകയാണെങ്കിൽ അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈ കയറങ്ങ് കെട്ടി വെച്ചേക്ക്. ബോട്ടു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ അല്ലേ? പക്ഷെ അവൻ വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പത്ലു, നീ ഒന്ന് ശാന്തനാകുക. എന്റെ ചങ്കേ ബ്രോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നേ. ഞാൻ നിനക്ക് സ്പൈഡറിനെ പോലെ ചോരി കേറാൻ പറ്റിയ ഒരു ഗാഡ്ജറ്റ് തന്നാ പോരെ? ആ അതേന്ന്. ഡോക്ടർ ജഡ്കാ, താങ്ക് യു. മോട്ടു, ഇപ്പോഴെങ്കിലും സമ്മതിക്കേ, വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. ചുവരിൽ കയറി കാണിച്ചതാ. ചുവരിലും കയറി ചിലന്തിയെ പോലെ കയറി കാണിച്ചതാ. പത്ലു, ഈ കയറ് കൊണ്ട് നിന്റെ ശരീരത്തിൽ കെട്ടിക്കോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് കരുതിക്കോ. ബോസ്, പത്ലുവിനെ ടവറിൽ കയറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഇതെല്ലാം എന്റെ ബുദ്ധിപരമായ കളിയാണ്. ഈ ടവറിന്റെ 10th ഫ്ലോറിൽ ഒരു ബാങ്ക് ഉണ്ട്. നമ്മളെ ആരെയും അതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. പത്ലു പോവുകയാണെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി കിട്ടും. നമുക്കും അവനെ ഫോളോ ചെയ്ത് പോയാ പോരെ. കൂളായിട്ട് കൊള്ളയടിച്ച് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമേ. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ ബോട്ടുകളുടെ എന്തെങ്കിലും സംസാരിച്ചോണ്ട് നിൽക്ക്. ഈ പരിപാടി ഞാൻ പിന്നെ ബോട്ടു, ഞാൻ പറഞ്ഞ പത്ലു എന്തും ചെയ്യും.
ധൈര്യവും ഗഡ്സും നീ തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു തവണ ചെയ്തത് കൊണ്ട് മാത്രം നിനക്ക് ധൈര്യവും ഗഡ്സും ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്നുകൂടി ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ സമ്മതിക്കാം. നീയാണ് നമ്പർ 1 എന്നുള്ള കാര്യം. അപ്പൊ സമ്മതിക്കാൻ ഞാൻ നിന്റെ ധൈര്യവും ഗഡ്സും ഒക്കെ. ജോൺ, എന്റെ കഴിവിനെ കുറിച്ച് ഇനിയും നീ അവിശ്വസിക്കരുത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ പത്ലുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി പറ, രണ്ടാമത്തെ കാര്യം എന്താണ്? മോട്ടു ഇതുവരെ ആരുടെ തോറ്റിട്ടുമില്ല, ഇനി തോൽക്കുകയുമില്ല. നമ്മള് മോട്ടു സാറിന്റെ ധൈര്യം ഒരിക്കലും ചാലഞ്ച് ചെയ്യാൻ പാടില്ല. മോട്ടു സാറിന് എന്തും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മോട്ടുവിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ നിനക്ക് അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ പത്തലൂരോട് പറഞ്ഞ ടവറിനടിയിൽ നിന്ന് മണ്ണ് മാന്തി ആ ഭാഗത്തേക്ക് പോകാൻ പറയേ. അപ്പൊ സമ്മതിക്കാൻ നിന്റെ ധൈര്യം കടിച്ചോക്കെ. ജോണേ, എന്റെ അടുത്ത് ലോഹയില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞാൽ പത്തില് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാണിച്ചു തരാം ജോണേ. ഇത് ഡോക്ടർ ജക്കിയുടെ ഗാഡ്ജറ്റ്സ് അല്ലേ? അപ്പൊ പിന്നെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അമ്മേ. കൂട്ടുകാരാ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ? നീ ഇപ്പൊ ഓക്കെ അല്ലേ? ഒന്നും മിണ്ടാതിരിക്കെ. നീയല്ലേ ടവറിൽ കയറാൻ പറഞ്ഞ്? ഇപ്പൊ ഇവിടെ കിടന്ന് മോകിട്ട് എന്താ കാര്യം? വാ, വീട്ടിലേക്ക് പോവാം. എന്റെ മോട്ടു, നിനക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത്? പത്തലു, ഈ ടവറിന്റെ അടി കൂടെ ഒരു കുഴി ഉണ്ടാക്കി ഒന്ന് അപ്പുറത്ത് പോയി കാണിച്ചതാ. എന്റെ മോട്ടു, നിന്റെ ബുദ്ധിക്ക് എന്താ വേറെ വല്ലതും സംഭവിച്ചോ? ഞാനൊരു നോർമൽ മനുഷ്യനാണ്, അല്ലാതെ സ്റ്റണ്ട് മാൻ അല്ല. മനസ്സിലായോ? എനിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യൂലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബന്ധം. നമ്മൾ തമ്മിൽ അത്രേ ഉള്ളൂ. എന്റെ മോട്ടു, ഇമോഷണൽ ഡ്രാമയൊന്ന് നിർത്ത്. ഇല്ല ഇല്ല, ഭൂമിക്കടിയിലൂടെ കുഴിച്ചൊന്ന് പോയി കാണിച്ചതാ. എന്റെ മോട്ടു, നിനക്ക് ഇത് എന്താ പറ്റിയത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ ജഡ്ക. മോട്ടു മോട്ടു, ഒന്ന് മിണ്ടാതിരിക്കെ. വിഷയം എത്തിക്കഴിഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുന്നീയേ. ഇവരെ കൊണ്ട് എന്താ ചെയ്യിക്കുന്നത്? എടാ മരമണ്ട, ഇവിടെ താഴെയും ഒരു ബാങ്ക് ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറില്. പക്ഷെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ സെക്യൂരിറ്റികൾ ഒരുപാടുണ്ട്. അവിടെ കൊള്ളയടിക്കാനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. ബോട്ടു, നിന്നെ അഭിനന്ദിച്ചേ മതിയാകും. നിന്റെ ധൈര്യവും ഗഡ്സും നീ തെളിയിച്ചിരിക്കുകയാണ് ബോട്ടു. നിന്നെ ഞാൻ മനസ്സിലാക്കി ബോട്ടു, നന്നായി മനസ്സിലാക്കി. അതെ പത്തലു, പത്തലു, ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. മനുഷ്യന്റെ നടു ഒടിഞ്ഞിരിക്കുക. അപ്പോഴാണ് നീ ഡാൻസ് കളിക്കുന്നേ. ആര് രക്ഷപ്പെട്ടു? എങ്ങനെ രക്ഷപ്പെട്ടു? ജോണിനും എനിക്കൊരു മത്സരമായിരുന്നു. അപ്പൊ ഞാൻ വാക്കു കൊടുത്തതായിരുന്നു, നിന്നെ കൊണ്ട് ഞാൻ എന്തും ചെയ്യിപ്പിക്കുമെന്ന്. അത് ഞാൻ സാധിച്ചിരിക്കുന്നു. എനിക്കുള്ളിലും ധൈര്യമുണ്ട്, ഗട്സ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു. അങ്ങനെയാണോ? ജോൺ വീണ്ടും നിന്നെ കഴുതയാക്കിയിരിക്കുകയാ. നീ അതാവുകയും ചെയ്തു. അതിന്റെ പിന്നിൽ വലിയൊരു കളിയുണ്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. You are under arrest. എന്റെ ചിങ്കം സാറ്, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഈ ഫുർഫുറെ നഗരത്തിലെ 2 ബാങ്കിൽ കൊള്ളയടിച്ചിട്ടുണ്ട്. ആദ്യം നീ ടവറിന്റെ മുകളിൽ കയറി കൊള്ളയടിച്ചു, പിന്നെ ഭൂമിക്ക് അടിയിലൂടെയും. ചിങ്കം സാറ്, ജോൺ മോട്ടുവിനെ വിഡ്ഢിയാക്കിയത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. അവനാണ് ഇതെല്ലാം മോഷ്ടിച്ചത്. വേഗം വരൂ, നമുക്ക് അവനെ പിടിക്കാൻ നോക്കാം. എന്റെ അമ്മോ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിൽ ജോണിനൊരു പങ്ക് ഉണ്ടായിരിക്കുമെന്ന്. വരൂ, നമുക്ക് ജോണിനെ പോയി പിടിക്കാം. ജോൺ നോക്കൂ, ഞാൻ നീ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്ത് കാണിച്ചില്ലേ? ഇനി ഞാൻ നിന്റെ 3ാമത്തെ കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല ബോട്ടു. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ആലോചിക്കാൻ അനുവദിക്കൂ. എന്ത് പറയും? എന്റെ ജോണെ, നീ നിന്റെ ബുദ്ധിക്കകത്ത് വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ ആദ്യം തന്നെ ആലോചിച്ചു വെച്ചതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്.
പത്തുലു എന്റെ ശത്രുക്കളെ ആക്രമിക്കൂ, ഇപ്പൊ തന്നെ ആക്രമിക്കൂ. എന്റെ മോട്ട് ഒന്ന് സമാധാനിക്കേ അടിക്കുന്നതിൽ എന്താ പ്രയോജനമുള്ളേ? ഇല്ല 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 ഇല്ല, തല്ലിയേ പറ്റൂ, അവനെ പോയി തല്ലേ. ഓക്കേ മോട്ടു ഓക്കേ. ഇല്ല ഇല്ല, ഇതൊട്ടും ശരിയായിട്ടില്ല. ഇനിയും തല്ലേ, ഇനിയും തല്ലേ. മോട്ടു എന്നെ രക്ഷിക്കേ പ്ലീസ്. നീ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കത്തല്ലോ. ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മോട്ടു പ്ലീസ്. ഇവനെ വീണ്ടും തല്ലു, തല്ലൂന്നേ. ഞാൻ പോവാ, ഇനി നമുക്ക് ജയിലിൽ വെച്ച് കാണാം. Watch India's largest kids library only on Geo Hotstar. Download the app now.